പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ സൂര്യനും ബുധനും ശുക്രനും, 2-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ കേതു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഒരു വാരം അത്ര ശുഭകരമായ വാരമല്ല. എങ്കിലും ലഗ്നത്തിലെ സൂര്യനും ബുധനും ശുക്രനും വിവാഹകാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങളാകാം, പുതിയ ദൗത്യങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെടുന്നവർക്ക് തന്നെ, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുന്നവർക്ക് ഒക്കെ തന്നെ ഈ വാരം വളരെ അനുകൂലമാണ്. പലപ്പോഴും പല കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്താൻ ഈ വാരം വളരെ അനുകൂലമാണ്. റിസർച്ച് ചെയ്യുന്നവർക്ക്, ഗവേഷകർക്ക്, ഡിഫാം, എംഫാം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഫോറൻസിക് ലാബുമായി ബന്ധപ്പെടുന്ന ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ്. തങ്ങളുടെ ബുദ്ധി നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റും. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ കുടുംബത്തിൽ സമാധാനം വളരെ കുറയും. ഫാമിലി ലൈഫിലൊക്കെ തന്നെ ചില കലഹങ്ങളൊക്കെ വരും. 2-ാം ഭാവത്തിൽ ചൊവ്വയാണ്. പലപ്പോഴും വിവാദങ്ങൾ വാക്കുകളിലൂടെ വരും. അപ്രകാരം തന്നെ കാശ് കിട്ടിയാൽ തന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലത്തെ അനുഭവങ്ങൾ വരും. അതൊക്കെ അനാവശ്യമായി ചെലവാക്കപ്പെടും എന്ന് അറിയുക. 2-ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ അങ്ങനെയാണ്. ഭവേത്തസ്യക്കും വിദ്യമാനേ കുടുംബേ ധനെ അങ്കാരകോ യസ്യ ലബ്ധിയ ധനയ്ക്കും. 2-ൽ ചൊവ്വയുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ കാശ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. യഥാത്രായതേ മർക്കട കണ്ടഹാൻ, കുരങ്ങിന് മാല കിട്ടിയതുപോലെയായി. പുനഃസന്മുഖം ഗോ പ്രജേത് വാദഭഗ്ന, വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി തിരിച്ചു വരിക. അതിനാൽ 2-ൽ ചൊവ്വ കഠോരമായ വാക്കുകൾ ഉപയോഗിക്കും. അത് ഫാമിലി ലൈഫിലും വലിയ പ്രയാസങ്ങളുണ്ടാകും. വളരെ ശ്രദ്ധിക്കുക. കാശിനെ വിഷയത്തിൽ വളരെ നിയന്ത്രണം പാലിച്ചെങ്കിൽ എങ്ങനെയാണ് കാശ് നഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല വൃശ്ചികൻ രാശിക്കാർ 40 ദിവസം. അതിനാൽ അനാവശ്യമായ ചെലവുകൾ വരും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മക്കൾക്കും സന്താന ശ്രേയസ്സും അത്ര ഗുണമല്ല. അഷ്ടമത്തിലാണ് സന്താനപതി ആഗ്രഹം നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. ഇയർ, നോസ്, ത്രോട്ട് രോഗികൾ ശ്രദ്ധിക്കുക. കഫ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. 9-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. പിതാവിനെ പിരിഞ്ഞു നിൽക്കുന്ന മക്കൾക്കൊക്കെ ഒരുപക്ഷെ അച്ഛൻ വിദേശത്ത് നിന്ന് വരിക, അല്ലെങ്കിൽ അച്ഛൻ മിലിറ്ററിയിൽ നിന്ന് വരിക, ദൂരസ്ഥലത്ത് നിന്ന് വരിക, അങ്ങനെ പിതൃലാഭം ഉണ്ടാകാം ഈ ഡിസംബർ മാസത്തിലൊക്കെ തന്നെ. അങ്ങനെയൊരു ഗുണം ഈ വിഷയത്തിലേക്ക്. കുട്ടികൾ പഠനത്തിൽ വളരെ ശ്രദ്ധിക്കണം. പഠനത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ പഠനത്തിൽ പരാജയപ്പെടും. പരീക്ഷയിൽ മോശക്കേടുകൾ വരും. ഈ 2-ാം ഭാവത്തിലെ ചൊവ്വ അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സ് ആരുമായും ഉണ്ടാക്കാതിരിക്കുക. എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.